ഗുഡ് മോർണിംഗ്, നമസ്കാർ. ഇപ്പോൾ വന്നേക്കുന്നത് മാംഗോ ഹിൽ, ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ബ്രിസ്ബെയിനിന് അവിടെയുള്ള ഏറ്റവും നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു 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 സബബായിരുന്നു മാംഗോ ഹില്ല്. ഇപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കിംവദന്തികളൊക്കെ പരക്കുകയാണ്. അവിടുത്തെ വില പോവുകയാണ്, അതുകൊണ്ട് അവിടെ ആരും വീട് വാങ്ങരുത്. അവിടെ ക്രിമിനൽ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി, ഡാർവിൻ, അഡലൈഡ്, ആലിസ് സ്പ്രിങ്സ്, ഇവിടെ നിന്നൊക്കെയുള്ള ക്രിമിനൽസിനെ കൊണ്ടുവന്ന റീഹാബ് ഫെസിലിറ്റി തുടങ്ങാൻ പോവുകയാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ശുദ്ധ അസംബന്ധമാണത്. അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒഫീഷ്യൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അശ്വർ ഡെവലപ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അവർക്ക് റെസിഡൻഷ്യൽ ആൻഡ് അഫോർഡബിൾ ഹൗസിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ പ്ലാനിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതൊരു ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ആക്ടിവേഷൻ പ്രോഗ്രാമിൽ നേരത്തെ തന്നെ മോർട്ടൺ ബേ റീജിയണൽ കൗൺസിലിൻ്റെ ഇതിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മേയർ സർക്യൂട്ടിലാണ്, മാംഗോ ഹിൽ ട്രെയിൻ സ്റ്റേഷൻ്റെ മുകളിൽ മേയർ സർക്യൂട്ടിൻ്റെ അവിടെ ആയിട്ടാണ് വരാൻ പോണത്. അവിടെ ഒരു 117 റെസിഡൻഷ്യൽ യൂണിറ്റ്സ്, അതിനകത്ത് 61 പ്രൈവറ്റ് ടൗൺ ഹൗസസ്, 56 അഫോർഡബിൾ അപ്പാർട്ട്മെൻറ്റ്സ് ഫോർ എസെൻഷ്യൽ വർക്കേഴ്സ് എന്നുള്ളതാണ്. അതായത് ഹൗസിങ് ആൾക്കാർക്ക് കൂടുതൽ സ്വീകാര്യമാകുന്ന രീതിയിലേക്ക് മാറുവാൻ വേണ്ടി അങ്ങനെ ഒരെണ്ണം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു YMCA കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് കൂടി വരുന്നുണ്ട്. ഒരു ചെറിയ സ്മോൾ ഡെവലപ്മെൻറ്റ് പരിപാടിയാണത്. ഹാൽപൈൻ ട്രൈബിൽ 47 യൂണിറ്റ്സ് 55 വയസ്സിന് മുകളിലേക്കുള്ള ഓൾഡർ വുമണിന് വേണ്ടിയിട്ട് അഫോർഡബിളായ രീതിയിൽ പണിയാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് YMCAയുടെ ഇതിലായിട്ടാണ് വരുന്നതാണ്. അല്ലാതെ ഈ ലോക്കൽ റൂമേഴ്സ് ഒരു തരത്തിലുമുള്ള ശരിയല്ല. അവിടെ ഒരു ഫാക്ച്വൽ ബാക്കിങ്ങും ഇല്ലാത്ത റൂമറാണിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് മാംഗോ ഹിൽ നിക്ഷേപിക്കാൻ ആരും ഭയപ്പെടേണ്ടതില്ല. മാംഗോ ഹില്ലിൻ്റെ വില പോകും എന്നും ആരും ഭയപ്പെടേണ്ട. ഇന്നലെ 1.35 മില്യന് ഒരു 4 ബെഡ്റൂം ഹൗസ് ഈ റൂമേഴ്സിൻ്റെ ഇടയിലും പോയി എന്നുള്ള സന്തോഷ വാർത്തയും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, ലാവിഷായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഫേക്ക് ന്യൂസുകളിൽ പെടാണ്ടിരിക്കുക. Always try to seek the right information from the right place. Thank you all. Bye-bye.